ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് നടന്ന സൗഹൃദ മത്സരങ്ങളിൽ തകർപ്പൻ വിജയം സ്വന്തമാക്കാൻ അർജന്റീനക്കും ബ്രസീലിനും കഴിഞ്ഞിരുന്നു. എതിരില്ലാത്ത 5 ഗോളുകൾക്കാണ് അർജന്റീന സാംബിയയെ പരാജയപ്പെടുത്തിയത്. അതേസമയം 1-3 ഗോളുകൾക്കാണ് യൂറോപ്യൻ ടീമായ ക്രൊയേഷ്യയെ ബ്രസീൽ ഇപ്പോൾ പരാജയപ്പെടുത്തിയത്. ഏതായാലും ഈ 2 മത്സരത്തിലും പെനാൽറ്റികൾ കൈമാറിയ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് മത്സരത്തിന്റെ 50-ാമത്തെ മിനിറ്റിലാണ് അർജന്റീനക്ക് അനുകൂലമായി കൊണ്ട് ഒരു പെനാൽറ്റി ലഭിച്ചത്. യഥാർത്ഥത്തിൽ ഈ പെനാൽറ്റി എടുക്കേണ്ടത് ക്യാപ്റ്റൻ ലയണൽ മെസ്സിയാണ്. പക്ഷെ മെസ്സി ഉടൻ തന്നെ ഓട്ടമെന്റിയെ വിളിച്ചു. അങ്ങനെ ഓട്ടമെന്റിക്ക് ഈ പെനാൽറ്റി കൈമാറുന്നു. അങ്ങനെ ഓട്ടമെന്റി പിഴവുകൾ ഒന്നും കൂടാതെ ഇത് ഗോളാക്കി മാറ്റുന്നു. അത് ആഘോഷിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ കാരണം വളരെ വ്യക്തമാണ്. അതായത് ഈ വേൾഡ് കപ്പിന് ശേഷം താൻ വിരമിക്കും എന്നുള്ളത് ഓട്ടമെന്റി നേരത്തെ പ്രഖ്യാപിച്ച കാര്യമാണ്. അതിനർത്ഥം ഈ മത്സരം അർജന്റീനയിൽ വെച്ചുകൊണ്ടായിരുന്നു നടന്നിരുന്നത്. അർജന്റീനയിലെ മണ്ണിൽ ഓട്ടമെന്റി കളിക്കുന്ന അവസാനത്തെ മത്സരമായിരുന്നു ഇത്. അതുകൊണ്ടാണ് മെസ്സി ഓട്ടമെന്റിക്ക് അർഹിച്ച ഒരു യാത്രയപ്പ് നൽകിയത്. ലഭിച്ച പെനാൽറ്റി ഓട്ടമെന്റിക്ക് മെസ്സി നൽകുന്നു. അത് ഓട്ടമെന്റി ഗോളാക്കി മാറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തം മെസ്സി അവിടെ ചെയ്തു തീർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. രാജകീയമായ ഒരു വിടവാങ്ങലാണ് അർജന്റീനയിലെ മണ്ണിൽ നിന്നും ഓട്ടമെന്റിക്ക് ഇപ്പോൾ മെസ്സി ഒരുക്ക് നൽകിയിട്ടുള്ളത്. മെസ്സി ആ പെനാൽറ്റി കൈമാറാനുള്ള കാരണം അതാണ്. അതേസമയം ക്രൊയേഷ്യയും ബ്രസീലും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 88-ാമത്തെ മിനിറ്റിലാണ് ബ്രസീലിന് അനുകൂലമായി കൊണ്ട് പെനാൽറ്റി ലഭിക്കുന്നത്. എൻട്രിക്കാണ് പെനാൽറ്റി വിൻ ചെയ്തത്. അങ്ങനെ ആ പെനാൽറ്റി എടുക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു എൻട്രിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അപ്പോൾ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിയുടെ നിർദ്ദേശം വരുന്നു. ഇഗോർ തിയാഗോക്ക് പെനാൽറ്റി കൈമാറാനാണ് എൻട്രിക്കിനോട് കാർലോ ആഞ്ചലോട്ടി ആവശ്യപ്പെട്ടത്. യാതൊരുവിധ വിമുഖതകളും കാണിക്കാതെ എൻട്രിക്ക് ഇഗോർ തിയാഗോക്ക് പെനാൽറ്റി കൈമാറി എന്നുള്ളതാണ്. കാർലോ ആഞ്ചലോട്ടിയുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് എൻട്രിക്ക് പെനാൽറ്റി കൈമാറിയത്. ആ സമയത്ത് ബ്രസീലിയൻ ആരാധകർ കൂവി വിളിക്കുന്നുണ്ട്. പക്ഷേ ഇഗോർ തിയാഗോയെ സപ്പോർട്ട് ചെയ്യാൻ എൻട്രിക്ക് ആവശ്യപ്പെടുകയായിരുന്നു. പിഴവുകൾ ഒന്നും കൂടാതെ ഇഗോർ തിയാഗോ ഗോളാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും കാർലോ ആഞ്ചലോട്ടിയുടെ ആ ഒരു നിർദ്ദേശം അത് എൻട്രിക്ക് കൃത്യമായി പാലിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇഗോർ തിയാഗോക്ക് കൂടുതൽ കോൺഫിഡൻസ് നൽകുക, അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കാം ഈ പെനാൽറ്റി കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ അദ്ദേഹത്തിന് നൽകാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. ആ സമയത്ത് ഇഗോർ തിയാഗോയെ എൻട്രിക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. തൊട്ടു പിന്നാലെ ഒരു അസിസ്റ്റ് സ്വന്തമാക്കാൻ എൻട്രിക്കിന് സാധിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ പെനാൽറ്റികൾ കൈമാറിയ 2 സംഭവ വികാസങ്ങളാണ് ഇന്നത്തെ സൗഹൃദ മത്സരങ്ങളിൽ നടന്നിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.